എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ സുപ്രധാന നിയമങ്ങളിലെ ക്ലാസ് ആണ് ഇപ്പോൾ പോകുന്നത്. എക്കണോമിക്സിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കേരളം ഭരണ സംവിധാനം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ബാലൻസ് ഉണ്ട്. രണ്ടിലും കുറച്ച് ബാലൻസ് ഉള്ളൂ. അത് അവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 4 മൊഡ്യൂൾ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ SCERT ബേസ് ചെയ്തു വെച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഒരു പോയിന്റ് വിടാതെ ഒരു മാരത്തോൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് ഒക്കെ കയറി നോക്കണം. നമ്മുടെ ചാനലിൽ കയറിയിട്ട് നോക്കുക. എല്ലാ ക്ലാസ്സുകളും പരമാവധി പ്രയോജനപ്പെടുത്തുക. അത്രയും അടിത്തറ ഇട്ടിട്ടാണ് ഓരോ വിഷയങ്ങളും എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ പോകുന്നത്. എന്തെങ്കിലും കുറച്ച് വാരിക്കൂട്ടി എങ്ങനെയാണ് ഒപ്പിച്ചു വെക്കുന്ന പരിപാടിയല്ല. അത്രയും നിങ്ങൾക്കത് ക്ലാസ് കണ്ട് നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് മനസ്സിലാകും. ഇത്രയും ഇങ്ങനെ അതായത് ഇത് നല്ല പെർഫെക്റ്റ് ആണ് ക്ലാസ് എന്നുള്ളത് എന്ത് ചെയ്യും, നന്നായിട്ട് വീക്ഷിക്കുന്ന ഒരു PSC വീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ സുപ്രധാന നിയമങ്ങളിൽ അങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ എളുപ്പമല്ലേ, നമുക്ക് കുറച്ച് പഠിക്കുക, മാർക്ക് കൂടുതലുള്ള ഏരിയ ആദ്യം കംപ്ലീറ്റ് ആക്കി വെക്കാം. അപ്പൊ നമ്മുടെ പകുതി എന്താണ് ടെൻഷൻ അവിടെ കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ എടുക്കുന്നത് ഏതാണ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം ആൻഡ് ഇൻഫർമേഷൻ എക്സെപ്റ്റഡിൽ കഴിഞ്ഞു. നമ്മളിത് കഴിഞ്ഞു. 2005 വിവരാവകാശ നിയമം ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ക്ലാസ്സുകളൊന്ന് കണ്ടു നോക്കുക, എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടിയിട്ട് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, കേന്ദ്രത്തിലെ വിവരാവകാശ കമ്മീഷൻ. പിന്നെ പവേഴ്സ്, അവരുടെ അധികാരങ്ങളും അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി നാളെ എന്ത് ചെയ്യും, ഇതെടുക്കും, പിന്നെ ഇങ്ങനെ എടുക്കും. ഇതിൽ നമുക്ക് സുപ്രധാന നിയമങ്ങളിൽ കുറച്ചേ പഠിക്കാനുള്ളൂ. കാരണം ഇതില് എല്ലാ കമ്മീഷൻസും പഠിക്കാനുണ്ട്. ഇതിൽ എല്ലാ കമ്മീഷൻസിലും കേരളത്തിലെ എല്ലാ കമ്മീഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കേരളം ഭരണ സംവിധാനത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊക്കെ ഏതേ പഠിക്കാനുള്ളൂ, ദേശീയ തലത്തിലുള്ള കമ്മീഷൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഞാനതൊന്ന് കേരളം ഭരണ സംവിധാനം എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു, നമ്മൾ കേരളമാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് കേരളത്തിലെ കമ്മീഷൻസ് എല്ലാം പഠിക്കാന്ന് പറഞ്ഞു. സുപ്രധാന നിയമങ്ങൾ എത്തുമ്പോൾ ദേശീയ തലത്തിലെ എല്ലാം പഠിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് കേരളത്തിലെ എല്ലാ കമ്മീഷനും എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അതെല്ലാം നമ്മൾ ഓൾറെഡി കേരളം ഭരണ സംവിധാനത്തിൽ എടുത്തു തന്നിട്ടുണ്ട്. ഇത് നമ്മളിപ്പോ എന്താണ് ദേശീയ, അപ്പൊ ഇതിൽ നമുക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ. 5 മാർക്ക് കയ്യിലും ഇരിക്കും. ഓക്കെ, അവിടെ കേരളത്തിന്റെ എടുത്തിട്ടുണ്ട്, അവിടെ 5 മാർക്ക്. എക്കണോമിക്സിൽ വ്യക്തമായിട്ട് എടുത്തു തന്നിട്ടുണ്ട് ഞാൻ. നിങ്ങൾ ഓരോ ക്ലാസ്സും കണ്ടു നോക്കിക്കോളൂ. LDC ഒക്കെ നിങ്ങൾക്ക് അത് തന്നെ നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ റിവൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഉറപ്പാണ് ഫുൾ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിക്കാൻ പറ്റും. പക്ഷെ നല്ല റിവിഷൻ ആണ് കേട്ടോ, നല്ല റിവിഷൻ ആണ്. അല്ലാതെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് മാർക്ക് കിട്ടിയില്ല പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നല്ല രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുത്ത് റിവിഷൻ ചെയ്താൽ മാത്രമേ അതിലും കിട്ടുള്ളൂ. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്കണോമിക്സും കിട്ടിയിട്ടുണ്ട്. നോക്കിയാൽ ഇപ്പൊ തന്നെ നമ്മളിതാ 15 മാർക്ക് നമ്മുടെ കയ്യിൽ. അതുപോലെ ഏതാണ്, കോൺസ്റ്റിറ്റ്യൂഷനും ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷനും മുക്കാലുമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ 5 മാർക്ക് നിങ്ങൾക്ക് 100% ഉറപ്പാണ്. ജോഗ്രഫി എന്തായാലും ഇന്ത്യൻ ജോഗ്രഫിന്ന് ഒരു 3 മാർക്കെങ്കിലും സാധാരണ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. വേൾഡ് ജോഗ്രഫിന്ന് ഒന്ന്, കേരള ജോഗ്രഫി അങ്ങനെയൊക്കെയാണ് സാധാരണ. എപ്പോഴും ഇന്ത്യൻ ജോഗ്രഫിക്കായിരിക്കും എന്ത് ചെയ്യുക, എപ്പോഴും മാർക്ക് കുറച്ച് കൂടുതൽ നിൽക്കുന്നത് എപ്പോഴും ഇന്ത്യൻ ജോഗ്രഫിക്കായിരിക്കും. നോക്കിക്കേ, ഇത്രയും മാർക്കിന്റെ ഇപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അത്രയും ഓർഡർ ആയിട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്ന് വാരി വലിച്ചിട്ട് ഇതിപ്പോ സുപ്രധാന നിയമങ്ങളിൽ നിന്ന് ഒരു ടോപ്പിക് എടുത്തിട്ട് കേരളം ഭരണ സംവിധാനത്തിൽ ഒരു ടോപ്പിക്, പിന്നെ ഹിസ്റ്ററി എന്നൊരു ടോപ്പിക്, ആകെ കൂടെ എന്താണ് ആ ഒരു അവിയല് പരിപോകും അല്ലേ. ഇതിപ്പോ നമ്മൾ എന്താണ്, ഒരു മൊഡ്യൂൾ തീർത്തിട്ടാണ് ഒരു മൊഡ്യൂളിലേക്ക് പോകുന്നത്. എടുക്കുന്നത് വ്യക്തമായിട്ട് ഞാൻ എന്തായാലും എടുത്തു തരും. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിയേ, നമ്മൾ എത്ര മാർക്കിന്റെ ഇവിടെ എത്തി. ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് ആ 3-4 ക്ലാസ് ഇട്ടിട്ടുള്ളൂ. പക്ഷെ ആ ക്ലാസ്സിൽ നിന്ന് ഉറപ്പാണ് 2 മാർക്ക് ആ ക്ലാസ്സിൽ നിന്ന് ഉറപ്പാണ്. കാരണം അത്ര ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഞാൻ അവിടെ എടുത്തു തന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് പ്ലേലിസ്റ്റിൽ ഇട്ട് തന്നിട്ട് നോക്കണം കേട്ടോ. നോക്കിക്കേ, ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കേ, 3 × 2 5 അല്ലേ, 5 × 10 15 20 25 മാർക്കിന്റെ അടുത്ത് തന്നെ നമ്മൾ GK വിഭാഗത്തിന് നമുക്ക് കഴിയാതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയായാലും പരീക്ഷയുടെ 2 മാസം മുമ്പാകുമ്പോഴേക്കും നമ്മൾ ഏകദേശം ഒക്കെ തീർത്തിരിക്കണം കേട്ടോ. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 23 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. LDC നിലവാരത്തിലും LGS നിലവാരത്തിലും നടന്ന 2023 ബേസ് ചെയ്തിട്ട്. 2023 എന്ന് ഇനിയും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പർ തരാം, പേടിക്കണ്ട. അതൊക്കെ വർക്ക് ചെയ്താൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ തന്നെ നമുക്ക് ഹിസ്റ്ററി ഉണ്ടല്ലോ, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി ഒക്കെ മാർക്ക് കിട്ടുന്നത് പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ നിന്നായിരിക്കും കൂടുതലായിട്ട് ചോദ്യം വരിക. അപ്പൊ പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ നമുക്ക് ഹിസ്റ്ററിയിൽ നിന്നുള്ള മാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാം. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ മാർക്ക് കിട്ടും. അപ്പൊ അതൊക്കെ ചിട്ടയായിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്നത് ദേശീയ വിവരാവകാശ കമ്മീഷനാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ,
ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ. സുപ്രധാന നിയമങ്ങളിലെ ദേശീയ വിവരാവകാശ കമ്മീഷൻ. കാണാപ്പാഠം പഠിക്കരുത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, കാണാപ്പാഠം പഠിക്കരുത്. നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ. 2005 ഒക്ടോബർ 12 ദേശീയ തലത്തിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. 2005 ഒക്ടോബർ 12 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിയമപ്പെടുന്നത് അത് 2005 അല്ലേ? അപ്പൊ രണ്ടിന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. 2005 ഒക്ടോബർ 12 ഏത് വന്നത്? ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 2005 ദേശീയ, അതായത് വിവരാവകാശ നിയമമുണ്ട് അല്ലെ, 2005 വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 12(1) പ്രകാരമാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. എങ്ങനെയാ, ഏത് വകുപ്പാണ് ഇത്? എങ്ങനെയാണ് പറയാ? 2005 വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 12(1) പ്രകാരമാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി നോക്കിക്കേ, ഒരൊറ്റ ഇതിൽ പഠിക്കണം കേട്ടോ. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും, ഇതിന്റെ കൂടെ സത്യപ്രതിജ്ഞ നിങ്ങൾ ചെയ്യണം കേട്ടോ. സത്യപ്രതിജ്ഞ, അപ്പൊ നിയമനം പറയുമ്പോൾ നിയമിക്കുമ്പോഴാണല്ലോ സത്യപ്രതിജ്ഞ ചെയ്യുക. ഓക്കെ. നിയമനം, സത്യപ്രതിജ്ഞ, പിന്നെ നീക്കം ചെയ്യുന്നത്, രാജി സമർപ്പിക്കുന്നത്, ഇതൊക്കെ ആരുടെ മുന്നിലാണ്? രാഷ്ട്രപതിയുടെ മുന്നിലാണ്. രാഷ്ട്രപതിയുടെ മുന്നിലാണ്. ഓക്കെ. അതൊക്കെ ആരുടെ മുന്നിലാണ് കൊടുക്കുന്നത്? രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ആരുടെ മുന്നിലാണ് വിവരാവകാശ കമ്മീഷൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? രാഷ്ട്രപതിയുടെ മുമ്പിലാണ്. ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത്? രാഷ്ട്രപതിക്കാണ്. അപ്പൊ നീക്കം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയോ? അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ നീക്കം ചെയ്യുന്ന സമയത്ത് സുപ്രീം കോടതിയുടെ എന്ത് ചെയ്യണം? ഉപദേശം കൂടിയിട്ട് ഇവിടെ തരണം. ഇത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ, സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നും അവിടെ ആലോചിക്കില്ല. അങ്ങനെ ആലോചിക്കാനുള്ള സമയം കൊടുക്കാൻ പാടില്ല കേട്ടോ. എന്ത് ചെയ്യണം? സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതി ഇവരെ നീക്കം ചെയ്യുന്നത്. അത് മറക്കാൻ പാടില്ല. ഓക്കെ ആണല്ലോ. ഇനി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞൂല്ലേ, വിവരാവകാശ കമ്മീഷൻ സത്യപ്രതിജ്ഞ, നമുക്കത് അവിടെ ഒരു വാക്കുണ്ട്, ഇങ്ങനെയാണ് കേട്ടോ, ടൈപ്പ് മിസ്റ്റേക്ക് വന്നാണ്. ഓക്കെ. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എങ്ങനെയാണ്? ഏത് പ്രകാരമാണ്? ഷെഡ്യൂള് 1. എന്താണ് ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചൂലെ, വിവരാവകാശ നിയമം പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു 6 അധ്യായങ്ങൾ, 2005 വിവരാവകാശ നിയമത്തിൽ 6 അധ്യായങ്ങളും 31 വകുപ്പുകളും 2 ഷെഡ്യൂളാണെന്ന് പറഞ്ഞു അല്ലെ. 2 ഷെഡ്യൂൾ എങ്ങനെയല്ലേ പറഞ്ഞത്? ഇതില് ഒരു 2 ഷെഡ്യൂളുകൾ പറഞ്ഞു. അതിൽ 1ാമത്തെ ഷെഡ്യൂളിലാണ് എന്ത് പറയുന്നത്? ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ഒക്കെ, അതായത് ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും ഒക്കെ എന്താണ്, ഈ വിവരാവകാശ കമ്മീഷന്മാരുടെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഷെഡ്യൂള് 1 എങ്കിൽ ഷെഡ്യൂള് 2 എന്താണ്? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതില്ലേ. എന്താണ് ഷെഡ്യൂള് 2 പഠിച്ചത്? താഴെ എന്തായാലും കമന്റ് ചെയ്യണം. താഴെ ഞാൻ പറഞ്ഞു തരുന്നില്ല. ഷെഡ്യൂള് 2 കഴിഞ്ഞ 2005 വിവരാവകാശ നിയമത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷെഡ്യൂള് 2 എന്താണ് പ്രതിപാദിക്കുന്നത്? ആകെ 2 ഷെഡ്യൂളുള്ളൂ. അത് നമ്മുടെ ഭാഗ്യല്ലേ. 10 ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ 10 പഠിക്കണ്ടേ? ദൈവം സാധിച്ചു ഇവിടെ 2 ഷെഡ്യൂളേ ഉള്ളൂ. അപ്പൊ 1ാമത്തെ ഷെഡ്യൂളാണ് വിവരാവകാശ കമ്മീഷൻസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് ഷെഡ്യൂൾ 1. എങ്കിൽ ഷെഡ്യൂൾ 2 എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും പഠിക്കാൻ അത്ര ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ട് ക്ലാസ് കണ്ട് പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ. ഞാൻ അത്ര രീതിയിൽ ഞാൻ ആ ക്ലാസ്, ഞാൻ കഴിഞ്ഞ ക്ലാസ് എടുത്തതാണ്. ഓക്കെ. തീർച്ചയായിട്ടും കൂട്ടുകാർ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ അത് ഒരിക്കൽ ടൈപ്പ് ചെയ്ത് നോക്കിക്കേ. ആ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യല്ലോ ഷെഡ്യൂൾ 2 ഇന്നതാണെന്ന് കൊണ്ട് ടൈപ്പ് ചെയ്ത് നോക്കിയേ. അത് ഒരിക്കലും മറന്നു പോവില്ല. നമുക്ക് എപ്പോഴും അത് ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ. ഓക്കെ. ഇനി നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ രാഷ്ട്രപതിക്ക് തോന്നുന്ന എന്നാ അങ്ങനെ ഈ കമ്മീഷൻ അങ്ങനെ നീക്കം ചെയ്യട്ടെ എന്ന് അങ്ങനെ തോന്നിയ പോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം അങ്ങനെ പെട്ടെന്ന് നീക്കം ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അവരുടെ കയ്യിൽ എന്തെങ്കിലും എന്താണ് തെളിയിക്കപ്പെട്ടിട്ട്, അതായത് തെളിയിക്കപ്പെടണം. ഓക്കെ. എന്തെങ്കിലും, അതായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിലൊരിക്കലും പെട്ടെന്ന് നീക്കം ചെയ്യാൻ പറ്റില്ല. നീക്കം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവരെ എന്തെങ്കിലും അവരുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും മോശം വന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം. ഓക്കെ. തെളിയിക്കപ്പെട്ട ദുർവൃത്തിയോ അല്ലെങ്കിൽ അപ്രാപ്തി. എന്താണ് അപ്രാപ്തി എന്ന് പറയുന്നത്? അവർക്ക് ഈ ഇതിനെയൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ കഴിവില്ലായ്മ വരും ഇല്ലേ. ചിലപ്പോൾ എന്തെങ്കിലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവർക്ക് അത് ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ ഹെൽത്ത് ആരോഗ്യപരമായിട്ടാകാം അല്ലേ ഇത് മുന്നോട്ട്
മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിലും എന്താകാം, അവരെ നീക്കം ചെയ്യാൻ സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം ആർക്ക് കഴിയും? രാഷ്ട്രപതിക്ക് കഴിയും. ഇനി ഒരു വിവരാവകാശ കമ്മീഷൻ പറയുമ്പോൾ ഇഷ്ടംപോലുള്ളവരെ ഇപ്പൊ പ്രസിഡന്റിന് തോന്നുകയാണ് എനിക്ക് ഇന്നയാളെ അങ്ങോട്ട് നിയമിക്കാം എന്നും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? ഒരു കമ്മീഷണറായിട്ട് നിയമിക്കുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത്? പൊതുരംഗത്ത് നല്ല പരിചയ സമ്പത്തുള്ളവര് ആയിരിക്കണം. പൊതുരംഗത്ത് നല്ല പരിചയ സമ്പത്തുള്ളവരും അതുപോലെ നിയമകാര്യങ്ങളിലും ഭരണകാര്യങ്ങളിലും ഭരണനിർവഹണ കാര്യങ്ങളിലും ശാസ്ത്രം അതുപോലെ സാങ്കേതിക വിദ്യയില് മാസ് മീഡിയയില് സാമൂഹ്യ സേവനത്തില് മാനേജ്മെന്റില് പത്രപ്രവർത്തനത്തില് എന്നീ മേഖലകളിലൊക്കെ എന്തായിരിക്കണം? പരിജ്ഞാനമുള്ളവർ ആയിരിക്കണം. എന്താണ്? പരിജ്ഞാനമുള്ളവർ. അത്രയും മേഖലകളിലൊക്കെ നല്ല രീതിയിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം എന്ത്? ദേശീയ തലത്തില് വിവരാവകാശ കമ്മീഷൻ ആകാൻ പാടുകയുള്ളൂ. അതുപോലെ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും നിയമനിർമ്മാണ സഭകളിലൊന്നും അംഗമായിരിക്കാൻ പാടില്ല. എങ്ങനെയാണ്? നിയമനിർമ്മാണ സഭകളിലൊന്നും അംഗമായിരിക്കാൻ പാടില്ല. അതുപോലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പദവിയൊന്നും അവർക്ക് പാടില്ല. അവർ ഇന്ന പാർട്ടിക്കാരാണ്, ഞങ്ങൾ അങ്ങനെ ഏത് പാർട്ടിയിലും പ്രവർത്തിക്കാനൊന്നും പാടില്ല. അതൊക്കെ പാർട്ടി എന്ന് പറയുന്നത് അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ട് മാത്രം ആയിരിക്കണം. പിന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തികളൊന്നും അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ അതായത് വ്യാപാര വ്യവസായ മേഖലകളോ അല്ലെങ്കിൽ നല്ല ബിസിനസ് പങ്കാളികളോ അങ്ങനെയൊന്നും ആരാകാൻ പാടില്ല. ദേശീയ തലത്തിലൊക്കെ ഈ സംസ്ഥാന തലത്തിലോ ഏത് തലത്തിലാണെങ്കിലും അവർ കമ്മീഷൻസ് ആകുന്ന വ്യക്തികളെ ഇതിലൊന്നും അംഗമാകാൻ പാടില്ല. ഇനി നമ്മൾ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെടുന്ന സമിതി. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പോ ഒരു വിവരാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ആ സമിതിയിൽ ആരൊക്കെ ഉണ്ടാകണം? ഒന്ന് പ്രധാനമന്ത്രി. ദേശീയ തലത്തിലല്ലേ നമ്മളിപ്പോ പഠിക്കുന്നത്, അപ്പൊ അവിടെ ആകുമ്പോൾ പ്രധാനമന്ത്രി. നമ്മൾ സംസ്ഥാന തലത്തിലാകുമ്പോൾ ഇവിടെ ആരാകും? CM ആകും അല്ലെ, മുഖ്യമന്ത്രി ആകും. അപ്പൊ പ്രധാനമന്ത്രി, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, നമ്മള് വിവരാവകാശ കമ്മീഷൻ മാത്രമല്ല ഏതൊരു കമ്മീഷൻ ആയിക്കോട്ടെ അവിടെ ആരുണ്ടാകും? ലോകസഭയത്തെ, അതായത് ലോകസഭയായിക്കോട്ടെ എവിടത്തെ ആയിക്കോട്ടെ അവിടെ പ്രതിപക്ഷ നേതാവ് എന്നൊരു വ്യക്തി ഏതിലുണ്ടാകും? ഏത് കമ്മീഷനിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കിക്കോട്ടാ. നിങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് പഠിക്കുമ്പോഴും അവിടെ പ്രതിപക്ഷ നേതാവുണ്ട്. കാരണം ഇല്ലെങ്കിൽ അവിടെ പുലിവാലാവും അല്ലേ? പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവിടെ എന്താകും? പുലിവാലാവും. ഓക്കെ, അപ്പൊ ലോകസഭ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി. ഓക്കെ, ക്യാബിനറ്റ് മന്ത്രി. ഈ ക്യാബിനറ്റ് മന്ത്രി വരുന്നത് ആരാണ്? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ഇനി അംഗസംഖ്യ എത്രയാണ്? പരമാവധി 11 പേരാണ് വിവരാവകാശ കമ്മീഷനിൽ. പരമാവധി 11. ആസ്ഥാനം CIC ഭവൻ. അതായത് ആദ്യം ആഗസ്റ്റ് ക്രാന്തി ഭവൻ ആയിരുന്നു, പിന്നീട് അത് CIC ഭവൻ, ന്യൂഡൽഹി. ഇനി ദേശീയ വിവരാവകാശ കമ്മീഷനില് ആദ്യത്തെ കമ്മീഷൻ എപ്പോഴാണ് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? നമ്മൾ പഠിച്ചത് 2005 ഒക്ടോബർ മാസം 12-ാം തീയതി അല്ലേ? ഈ 2005 ഒക്ടോബർ 12-ന് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ആദ്യം അതിന്റെ കമ്മീഷനായത് വിവരാവകാശ കമ്മീഷൻ ആയതാണ് വജാഹത്ത് ഹബീബുള്ള. രണ്ടാമത് AN തിവാരി. 1ഉം 2ഉം ഒക്കെ പഠിക്കണം കേട്ടോ. ഒന്നാമത്തെ ആളിന് മാത്രം പഠിച്ചാൽ പോരാ, കാരണം PSC റൂട്ട് മാറ്റുകയാണ്. അപ്പൊ രണ്ടാമത്തത് ആരെന്ന് ചോദിക്കുമ്പോൾ AN തിവാരി, വജാഹത്ത് ഹബീബുള്ള, രണ്ടാമത് AN തിവാരി. ആദ്യ വനിത. ഈ 2023 ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദേശീയ വിവരാവകാശ കമ്മീഷനിൽ അംഗമായ 2 വനിതകൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദീപക് സന്ധുവും സുഷമ സിംഗും. ഓക്കെ, എങ്ങനെയാണ്? ആദ്യത്തെ വനിതയാണ് ദീപക് സന്ധു, രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ്. ഇനി 11ാമത്തെ വിവരാവകാശ കമ്മീഷനാണ് യശ്വർദ്ധൻ കുമാർ സിൻഹ. YK സിൻഹ എന്ന് പറയുന്നത് യശ്വർദ്ധൻ കുമാർ സിൻഹ. ഇപ്പൊ ആരാണ്? ഈ അടുത്താണ് വിവരാവകാശ കമ്മീഷൻ മാറിയത്. ഹീരാലാൽ സാമരിയ. 12ാമത്തെ. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ, ചോദ്യം വരും. 12ാമത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ. അവിടെ ഇരുന്ന് ആലോചിക്കും. ചിലപ്പോൾ 2005 മുതൽ കണക്കാക്കാൻ തുടങ്ങും നമ്മള് അല്ലേ? അതായത് ആദ്യം 5 വർഷം 65 വയസ്സായിരുന്നു അല്ലെ കാലാവധി. ഇപ്പൊ എത്രയാണ്? 3 വർഷം അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ? വിവരം, ഈ 3 വാക്ക് എടുത്താൽ മതി. അപ്പൊ 3 ഇയർ ആണ് കാലാവധി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു.
ഹീരാലാൽ സാമരിയ 12ാമത്തെയാണ്, മറക്കരുത് കേട്ടോ. 12ാമത്തെ ഹീരാലാൽ സാമരിയ. 11ാമത്തെ നമ്മൾക്ക് ചിലപ്പോൾ ചോദിക്കും 11ാമത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ആലോചിച്ച് നമ്മൾ വേഗം പോയി ഹീരാലാൽ സാമരിയ അത് ഇപ്പോഴത്തേനെ ആയിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാകുന്നവർ നമ്മൾ ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ല. 12ാമത്തെയാണ് ഹീരാലാൽ സാമരിയ. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്? മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ട്രെയിനിങ് മന്ത്രാലയത്തിന് കീഴിലാണ്. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ട്രെയിനിങ് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വിവരാവകാശ കമ്മീഷൻ നമ്മൾ പാസ്സാക്കുന്നത് 55ാമത്തെ രാജ്യമാണ്. അപ്പൊ എത്ര ബാക്കിലാണല്ലേ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. 55ാമത്തെ വിവരാവകാശ നിയമം പാസ്സാക്കുന്ന 55ാമത്തെ പ്രീവിയസ് ആണ് കേട്ടോ. 55ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ദേശീയ വിവരാവകാശ നിയമം 2005 കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ട് വിചാരിക്കുന്നു. നമ്മൾ എന്ത് പഠിച്ചു? ദേശീയ വിവരാവകാശ കമ്മീഷനും പഠിച്ചു. അപ്പൊ ആ 1 എന്നുള്ള മൊഡ്യൂൾ നമ്മളവിടെ കംപ്ലീറ്റ് ആയി അല്ലേ. ദേശീയ വിവരാവകാശ കമ്മീഷനും പഠിച്ചു. കേരള വിവരാവകാശ കമ്മീഷൻ നമ്മൾ ഏതിലെടുത്തു? കേരളം ഭരണ സംവിധാനത്തിൽ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. അത് പഠിക്കും. രണ്ടും കൂടി ഒപ്പം പഠിക്കുമ്പോൾ ഒരേ കൺഫ്യൂഷൻ വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് മാറ്റിയത്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. പിന്നെ ഞാൻ ഒരു അഭിപ്രായം നിങ്ങളോട് ചോദിക്കുകയാണ്. ഇങ്ങനെ ഓരോ മൊഡ്യൂൾ തീർത്ത് വരുന്നതാണോ പഠിക്കാൻ എളുപ്പം, അതോ മൊത്തം സിലബസ് എടുത്ത് വെച്ചിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്ത് തരുന്നതാണോ? ഏതാണ് എന്ന് നിങ്ങളുടെ താഴെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിയാൽ എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇങ്ങനെ സിലബസ് ഓരോ മൊഡ്യൂൾ തീർത്ത് പോകുമ്പോഴാണോ നല്ലത്, അതോ ഇടയിൽ നിന്ന് ഓരോ ടോപ്പിക് എടുത്തതാണോ? ഒന്ന് താഴെ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. നന്നായിട്ട് പഠിക്കുക. എക്സാം ഒക്കെ ഇനിയിപ്പോൾ ഖാദി ബോർഡ് എല്ലാം വരാനായി. അതുപോലെ ഫാർമർ ഉണ്ട് അല്ലേ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് എല്ലിക്കൊക്കെ മുമ്പ് തന്നെ നമുക്ക് അതൊക്കെ നേടിയെടുക്കാൻ നോക്കണം. ഓക്കെ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദി.